നമസ്കാരമുണ്ട്. മറ്റേ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എന്താ ഈ നമ്മുടെ എന്താ പറയുക, ഈ ഇയർഫോൺ അത് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ആളുകൾക്ക് അത് സൗണ്ട് കേൾക്കാനും ഇല്ല. ഇന്നാളെ തന്നെ ഈ FB ലൈവ് ചെയ്യണമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിലെ കുറേ കാര്യങ്ങൾ കട്ടായി പോയി. ഇങ്ങനെ പല തവണയായിട്ടുണ്ടാവുന്നു. സുബ്രഹ്മണ്യേട്ടാ നമസ്കാരമുണ്ട്. സുബ്രഹ്മണ്യേട്ടൻ പല കാര്യങ്ങളും ആൾക്കാർ കേൾക്കുന്നില്ല. ഇത് കുറേ കഴിയുമ്പോഴാണ് വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുന്നത്. നമസ്കാരമുണ്ട് സുഹൃത്തെ. അപ്പം എന്താ വെച്ചാൽ അപ്പം അത് വേണ്ട, എന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴുള്ള സൗണ്ടും മതി. എന്തായാലും അത്യാവശ്യം സൗണ്ടൊക്കെ കേൾക്കുമല്ലോ അല്ലേ? കണ്ണെന്ന് കാണാല്ലേ ആരംഭമുണ്ട് സുഹൃത്തുക്കൾ അതിൽ കാണാണ്ട്. സുബ്രഹ്മണ്യേട്ടൻ മോഹൻജി നമസ്കാരം. ഞാനിന്ന് ഒരു ചെറിയൊരു FB ലൈവിനെ കുറിച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ഞാനത് ചെയ്യണം. ഒരിക്കൽ ഞാൻ ചെറുതായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. സർഗവാസനകളിൽ. ഹലോ മോഹൻജി, എവിടെ എൻ്റെ പുന്നാര ചങ്ങായി? നിങ്ങളതിനെ എപ്പോൾ നോക്കിയാലും ചിത്രേച്ചിയുടെ കൂടെയും ശരത്തേട്ടൻ്റെ കൂടെയും അതുപോലെ നമ്മുടെ ഇദ്ദേഹമല്ലേ പ്രശസ്ത ഗായകന്മാരുടെ കൂടെയും ഒക്കെ മാത്രമേ കാണാറുള്ളൂ. എവിടെയെങ്കിലും നമ്മൾ പരിപാടികളൊന്നും എത്തി നോക്കണം കൂടി ഇല്ല. അതിൻ്റെ ഒരു പരിഭവം എനിക്കുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും വന്നപ്പോൾ അതില്ലാണ്ടായി. ഞാൻ 3 മാസം ലീവായിരുന്നു. 3 മാസം. ഇന്നലെയാണ് ജോലിക്ക് കയറിയത്. ഇപ്പം ജോലി കഴിഞ്ഞ് വന്ന് ഇരിക്കുകയാണ്. 3 മാസമായി 90 ദിവസം ലീവായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുടർച്ചയായ ലീവ്. 20 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സർഗവാസനകൾ, സർഗാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കലാപരമായ കഴിവുകൾ മാത്രമല്ല പെടുക. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിക്കുന്നത് എല്ലാം ക്രിയേറ്റിവിറ്റിയാണ്. കലയിൽ തന്നെ പല രീതികളുണ്ട്. കഥ എഴുത്ത്, കവിത എഴുത്ത്, നോവൽ എഴുത്ത്. ആർട്സ് ആൻഡ് സ്പോർട്സും ക്രിയേറ്റിവിറ്റി തന്നെയാണ്. സർഗാത്മക കലകൾ എന്ന് പൊതുവെ വിവക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? നൃത്തം, രചന എന്ന് പറഞ്ഞാൽ കഥ, കവിത, പിന്നെയോ പാടാനുള്ള കഴിവ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കൽ അല്ലേ? വിവിധതരം ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യോപകരണങ്ങൾ വായിക്കൽ. ഇങ്ങനെ പല രീതിയിലായിട്ട് അതിങ്ങനെ ചിതറിക്കെടുക്കുകയാണ്. ഇവയെക്കുറിച്ച് പൊതുവെ ആളുകളുടെ അതിൻ്റെ ഒരു പൊതുധാരണ എന്ന് പറഞ്ഞാൽ ഇവ പാരമ്പര്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു ചെറിയ ഒരു തലം മാത്രമേ അതിനുള്ളൂ. വലിയ വിഭാഗം ആളുകളും ഇതിനെ, ഈ സർഗാത്മകതയെ, മനുഷ്യൻ്റെ സർഗാത്മകതയെ അവൻ്റെ പാരമ്പര്യവുമായി ചേർത്ത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് അച്ഛനോ അല്ലെങ്കിൽ പാരമ്പര്യമായി ആർക്കെങ്കിലും അപ്പോൾ അച്ഛൻ വലിയ സംഗീതജ്ഞനാണെങ്കിൽ മകനോ മകളോ ഭയങ്കര സംഗീത ആളാവും അല്ലേ? നമ്മുടെ ജനറേഷൻ്റെ ഭാഗമായി പിതാക്കളോ അവരുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തുടർച്ചയായി അവരൊക്കെ ആ മേഖലയിൽ വലിയ ആളുകളാവും, എണ്ണിക്കൂടി പാലിക്കും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനൊരു പ്രധാന കാരണം അവർ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അതിന് ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ല. പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജീനുകളുടെ ഒരു സ്വഭാവ സവിശേഷതകൾ കുട്ടികളിലേക്ക് പ്രേഷണം ചെയ്യുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടാവും. അതായത്
അതിനപ്പുറം സർഗാത്മകതയ്ക്ക് പാരമ്പര്യമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൂടുതൽ കലാകാരന്മാരും കലാകാരികളും ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപാട് കലാകാരന്മാരും ഒരുപാട് കലാകാരികളും ഉണ്ടാവാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തരായിട്ടുള്ള പല മേഖലകളിലും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ സർഗവാസനകളുള്ള പല ആളുകളും അധികം അറിയപ്പെടാതെ, അല്ലേ, അറിയപ്പെടാതെയോ ശോഭിക്കപ്പെടാതെയോ ധാരാളം കഴിവുകളായി ജീവിച്ച് വലിയ രീതിയിൽ പോപ്പുലർ ഒന്നും ആവാൻ കഴിയാതെ പോകുന്നത് അങ്ങനെ ഇല്ലാതാവും? ഇങ്ങനെയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ FBയിലൂടെ അതിനെ നിരീക്ഷിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഓരോ രീതിയിൽ സർഗാത്മകത കാണിക്കാറുണ്ട്, അല്ലേ? എങ്ങനെ കാണിക്കാറ്? അവരിങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കും, അല്ലേ? വീടിൻ്റെ ഉള്ളൊക്കെ കോറി വരയ്ക്കും. കുട്ടികൾ വീടിൻ്റെ നല്ല സ്ഥലത്തൊക്കെ കോറുമ്പോൾ നമുക്ക് വീട്ടിലെ വീട്ടമ്മമാർക്കും അച്ഛനോ അല്ലെങ്കിൽ അച്ഛനോ ചിലവരൊക്കെ വലിയ ഒരു വഴക്ക് പറയും. ഓ, എന്തായി കാട്ടി വെച്ചിരിക്കുന്ന കുട്ടി, ആകെ നശിപ്പിച്ചല്ലോ. അങ്ങനെ പറയരുത് എന്നാണ് ഈ ശിശു മേഖലയിൽ മാത്രമല്ല ഈ സർഗാത്മക രംഗത്ത് മനഃശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അതാണ്. ഒരു വരച്ചോട്ടെ, മുറി നമുക്ക് പിന്നീട് പെയിൻ്റ് അടിച്ച് ശരിയാക്കാം. ഒരു നിശ്ചിത പ്രായമാവും വരെയല്ലേ അവരങ്ങനെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടറിവ് വരുമ്പോൾ അവർ മാറില്ലേ. അവർ അവരുടെ സർഗവാസനകൾ മാറ്റുരയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഈ സർഗവാസനകൾ മാറ്റുരയ്ക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സഹജമായ രീതിയിൽ തന്നെ സർഗാത്മകത എല്ലാവരിലുമുണ്ട്. ബുദ്ധിക്ക് കാര്യമായി മാന്ദ്യമില്ലാത്ത എല്ലാ ആളുകളിലും സഹജമായ സർഗാത്മകതയുടെ നാമ്പുകൾ ചെറുപ്പം മുതലേ ഉണ്ട്. പിന്നീട് അത് വളർന്നു വരുന്ന അതൊരു പ്രത്യേക പരിവർത്തനത്തിൻ്റെ ദശയിൽ, പരിവർത്തന ദശ എന്ന് പറഞ്ഞ ഒന്ന് വളർന്നു വരുന്ന സാഹചര്യം, കുടുംബം അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ആ സാഹചര്യത്തിൽ നിന്നും പേരൻസിൽ നിന്നും കിട്ടിയിട്ടുള്ള നിഷേധാത്മകമായ സമീപനം, പോസിറ്റീവായ സമീപനത്തെക്കാൾ രീതിയിൽ വലിയ രീതിയിൽ പല ആളുകളുടെയും സർഗാത്മകത ഇല്ലാതാക്കുന്ന രീതിയിൽ ഉള്ള നിഷേധാത്മകമായ സമീപനം പല കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. പിന്നെയോ വളരെ റെയറായിട്ടുള്ളൊരു വിഭാഗം ആളുകളാണ് അവരെ ക്രിയേഷന് വേണ്ടി നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരുന്നുണ്ടാക്കുക. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള എന്തു കാര്യവും പഠിപ്പിക്കുന്നത് പോലെ സർഗാത്മകത നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ അവരോട് പറയാം ഇങ്ങനെയാണ് രചനാ സങ്കേതം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കഥ ജനിക്കുന്നത്, എങ്ങനെയാണ് കവിത ജനിക്കുന്നത്, എങ്ങനെയാണ് ഇപ്പം സിനിമയിലെ ആക്ടർ അഭിനേതാവ് എങ്ങനെയായിരിക്കണം എന്ന് രഞ്ജിത്ത് സാറ് പറയണ പോലെ കവി എന്താണ് കവിത, അല്ലെങ്കിൽ കവിതയ്ക്ക് എന്താണ് സംവേദനമാകുന്നത്, കഥയ്ക്ക് എന്താണ് കഥ, എന്താണ് സംവേദനമാകുന്നത്, എന്താണ് നോവൽ, എന്താണ് അതിൻ്റെ സംവേദനക്ഷമത, എന്താണ് തിരക്കഥ. ഇങ്ങനെ ഈ സർഗാത്മകതയുടെ വിവിധ സംഗതികളുണ്ട്. ഇതിനകത്ത് ഒരു മനുഷ്യനിൽ ലീനമായിട്ടുള്ള സർഗാത്മകതയെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ടാണ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ വളരെ സുഖമുള്ള രസകരമായ ഒരു വിഷയമൊന്നുമല്ല, വളരെ വിരസമായ ഒരു വിഷയമാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ താല്പര്യം ആർക്കും ഉണ്ടാവില്ലെങ്കിലും അതിൻ്റെ ശരിക്കുള്ള തലത്തിലേക്കാണ് പോകുന്നത്. അതായത് ഒരാൾ കവിത എഴുതുന്ന ആളാണ്.
കവിത എഴുതുന്ന ആളായിട്ട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവി ആകുന്നില്ല എന്ന് വെക്കാം. പക്ഷെ അയാൾക്ക് ബേസിക്കലി അയാൾക്ക് പോപ്പുലറായ കവി ആവാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം എന്നറിയോ? അയാൾ എന്ത് ചെയ്യണം? പ്രൊഫഷണൽ ആവണം. അവിടെയാണ് എന്താണ് ഒരു കവി പ്രൊഫഷണൽ ആവുക എന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാവരും, ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ട് മാതൃഭൂമി, അതുപോലെ നിരന്തരമായി മാതൃഭൂമിക്ക് അയക്കാം. മാതൃഭൂമിയാണല്ലോ ഏറ്റവും വലിയ ടോപ്പ് സാധനം. എന്നിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. അപ്പോൾ അവരുടെ ഒരു കത്ത് വരും. ഇപ്പം ആ കുറിമാനമില്ല. പ്രിയമുള്ള സുഹൃത്തെ, താങ്കളുടെ രചന ഇത്തവണ അതിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി. സദയം തുടർന്നും സഹകരിക്കുമല്ലോ എന്നുകൊണ്ടൊരു സാധനം കിട്ടും. അപ്പം നമ്മളിങ്ങനെ വിശ്വാസം വിടും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അടുത്തതിൽ നമുക്ക് നോക്കാം എന്ന് വെച്ചിട്ട് വീണ്ടും അയക്കും. ഇതിങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്ന് പിന്നെ അവിടെ നമ്മളിത് മടങ്ങി വരുമ്പോൾ നമ്മുടെ കവിതയെ പരിഷ്കരിക്കാൻ നാം ശ്രമിക്കേണ്ടത്. കവിത എന്ന് പറയുന്നത് ആ പത്രാധിപർക്ക് ഒരു കവിതയായി ഈ സാധനം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ മാതൃഭൂമിയിൽ മറ്റുള്ളവർ എഴുതുന്ന കവിതയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു താരതമ്യ വിശകലനം നടത്തി നോക്കും. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കവിത, പിന്നെന്താ നമ്മുടെ വരാത്തത്? ഇങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ തുടർച്ചയായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളെ കവിത മാതൃഭൂമിയിൽ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എന്താ സംഭവിക്കുക? കുറെ എഴുത്തുകാർ, അവർക്ക് ക്രാഫ്റ്റ് ഉണ്ടാവും, സർഗധനരാണെങ്കിലും കൂടി കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞിട്ട് അവർ നിരാശാഭരിതരാകും. തേങ്ങയുടെ മൂട് എത്ര കവിത അയച്ചു കൊടുത്തു, ഒന്നുപോലും വന്നിട്ട്. ചിലപ്പോൾ ഇനി അയക്കാൻ പോകുന്ന ആ കവിതയായിരിക്കും പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ടാവുക. അവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. പിന്നെ അങ്ങനെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളായിട്ട് അങ്ങനെ ഇതായി പോകും. അതിലൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊഫഷണലിസമാണ്. എഴുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അതിൻ്റെ. ഒന്ന് ആത്മസാക്ഷാത്കാരമാണ്, ഒന്ന് സർഗാത്മകത എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് സ്വന്തം സ്വത്വത്തിൻ്റെ ആത്മവിഷ്കാരവും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ള ഒരു വിഭവവുമാണ്, അല്ലേ? അപ്പോൾ ഒരേ സമയം രണ്ട് രീതിയിൽ വേണം കാര്യങ്ങൾ നടത്തണം. ഒരേ സമയം ഒരു ക്രിയേറ്റർ സ്വന്തം എല്ലാറ്റിലും അത് പറ്റില്ല. കവിതയിലൊക്കെ അത് പറ്റും. തിരക്കഥ എഴുതുന്നിടത്ത് സ്വന്തം ഹൃദയത്തിൻ്റെ ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ലല്ലോ. അത് പിന്നെ ഒരു ബിസിനസ്സാണ്, അല്ലേ? അപ്പോൾ നമ്മളൊരു നോവൽ എഴുതി, ഒരു നോവൽ ഒരു DC ബുക്സോ മറ്റുള്ള ആൾക്കാരോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ സാധനം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സാധനം എന്ത് ചെയ്യണം? അത് അവർ നോക്കും, ഈ സാധനം നിലവിലുള്ള ഒരു രചനാ സങ്കേതം അനുസരിച്ച് ആളുകൾ വായിക്കുമോ. അവിടെ എഴുതി കൊണ്ടുപോയ അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. എങ്ങനെയാവണമെങ്കിൽ ആ സാധനം നമ്മൾ ഒരു നമ്മൾ പറയില്ലേ, അയാൾ പ്രശസ്തി ആർജിച്ച എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ പ്രശസ്തി ആർജിക്കുന്ന എഴുത്തുകാരി ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ രചന ആളുകളെ കൊണ്ട് വായിപ്പിക്കാൻ കഴിയാവുന്ന ആ രീതിയിലായിരിക്കണം അതിൻ്റെ രചനാ സങ്കേതം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഈ പുസ്തക പ്രസാധനത്തിൻ്റെ ആൾക്ക് ഇത് ബിസിനസ്സാണ്, കലയെ പരിപോഷിക്കൽ മാത്രമല്ല. ഒരു DC ബുക്സിൻ്റെ ഉടമയുടെ അടുത്തേക്ക് നമ്മളൊരു സാധനത്തിൻ്റെ എഴുത്ത് പ്രതിയായിട്ട് ചെല്ലുകയാണ്. ഇത് പറയാണ്, എൻ്റെ കവിതയാണ്, അല്ല എൻ്റെ കഥയാണ്, ഒന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ അവരത് വായിച്ചു നോക്കിയിട്ട് നമ്മളോട് പറയും, പ്രിയപ്പെട്ട സുഹൃത്തെ, സംഗതി കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇത് പുസ്തകമാക്കി കഴിഞ്ഞാൽ ഇത്ര വലിയ ബെസ്റ്റ് സെല്ലറൊന്നും ആവാൻ സാധ്യതയില്ല, നമ്മളൊരു വൃഥാ വ്യായാമത്തിന് നിൽക്കണോ എന്നാ ചോദിക്കാം.
അപ്പം നമ്മൾ എന്ത് വേണം? അങ്ങനെ ഇപ്പോൾ ഡി സിക്കൊക്കെ മുറിക്ക് മരിച്ചു. ഇപ്പോൾ രവി ഡി സി ഉള്ളത്, രവി ഡി സി അങ്ങനെ പറഞ്ഞുവെങ്കിൽ അപ്പം നമ്മുടെ ഈ സാധനത്തെ തന്നെ എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യലായി ഈ സാധനത്തിനെ കൂടുതൽ വായനക്കാർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഈ രചനാ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നോവലിനെ നാം പുനഃ സൃഷ്ടിക്കുക. എന്നിട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ നേരത്തേക്കാളും കുറച്ച് ബെറ്ററാണ്, ഒന്നും ട്രൈ നോക്കൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാസ്റ്റർ പീസായി മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ അതിനുള്ള ഇത് നിർത്തിവെക്കുകയാണ്. നിർത്തിവെക്കാൻ പ്രധാന കാരണമുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ലൈഫായി ബന്ധപ്പെട്ട് ജീവിത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളായി ബന്ധപ്പെട്ട് ധാരാളം സമയം മനുഷ്യന് അതിന് വേണം. ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഇതിന് സമയം കണ്ടെത്താൻ. ഇത് ജീവിത പ്രയാസങ്ങളൊന്നും അലട്ടാതെ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭാരതത്തിന് സാമ്പത്തികമായി വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെച്ചെങ്കിൽ ഒരു പക്ഷേ ഇത് വന്നോളൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കലയ്ക്ക്. അപ്പോൾ ഇതിനകത്ത് എന്ത് വേണ്ടി വരും? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളിൽ നിന്ന് തന്നെയാണ് ഈ മാസ്റ്റർ പീസുകളൊക്കെ വരുള്ളൂ. പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? നിരന്തരം നമ്മുടെ സർഗ സൃഷ്ടി, അത് കവിതയാവാം, കഥയാവാം, നോവലാവാം, നീണ്ട കഥയാവാം, ചെറുകഥയാവാം. അതിന് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ക്യാമ്പുകളുണ്ടാവും. അതുപോലെ നമ്മൾ ഇപ്പോൾ കവിത എഴുതുന്ന ആളാണെങ്കിൽ കവിതയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. മറ്റുള്ള കവികളുടെ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അവരെ ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് നമ്മുടേതായ ഒരു രീതി. നമ്മൾ ഗദ്യത്തിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമ്മൾ ഗദ്യത്തിൽ എഴുതിയാൽ മതി. പദ്യത്തിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആരുടെയും രചനാ രീതി നമ്മൾ അതേപടി അനുകരിക്കാൻ നോക്കരുത്. അപ്പോൾ അത് അനുകരണമാവും. നമ്മളുടേതായിട്ടുള്ളൊരു രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ എന്ത് വേണം? ഇതിൻ്റെ രചനാ സങ്കേതങ്ങളെക്കുറിച്ചുള്ള ധാരാളം ബുക്സുകളുണ്ട്, അത് വായിക്കുക. മറ്റ് കവികളുടെ ധാരാളം കവിതകൾ വായിക്കണമെന്നൊന്നുമില്ല. കവിതയെക്കുറിച്ച്, രചനാ സങ്കേതങ്ങളെക്കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ വായിക്കാം. ക്യാമ്പിന് പോവാം. ഇതൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളാണ്. പിന്നെ കഥ എഴുതുന്നവരാണെങ്കിൽ ചെറുകഥ ഉണ്ട്, നീണ്ട കഥയുണ്ട്. അപ്പോൾ ചെറുകഥയുടെ രചനാ സങ്കേതങ്ങൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളുണ്ടാവും. ക്യാമ്പിന് പോകാം. പിന്നെ ചെറുകഥയുടെ രചനാ സങ്കേതത്തെക്കുറിച്ചുള്ള ബുക്സുകളുണ്ടാവും. അതുപോലെ നമ്മുടേതായ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്തെടുക്കാം. നീണ്ടകഥ അറിയാമല്ലോ, നീണ്ടകഥയുടേതായ ഒരു രചനാ സങ്കേതമുണ്ട്. നമ്മുടേതായ ഒരു ശൈലി അതിലുണ്ടാക്കിയെടുക്കണം. നോവൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്തും എഴുതാം. ബട്ട് അത് വർത്തമാനകാലത്തെ സാഹിത്യ ഒരു ട്രെൻഡ് എന്ന് പറയുമല്ലോ, ട്രെൻഡുമായി ബന്ധപ്പെട്ട് ഉള്ളത് പറയണത് എന്താ? ഫിക്ഷനും യാഥാർത്ഥ്യവും ഒക്കെ ഇഴചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രചനാ ശൈലിക്കാണ് ഇപ്പോൾ കൂടുതൽ വേൾഡിൽ ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒരു ബ്രഹ്മാത്മകത, അതോടൊപ്പം ചരിത്രം, ഫാൻറ്റസി, മിത്ത്, അതോടൊപ്പം ഹിസ്റ്ററി ആൻഡ് ആ ഒരു ഫാൻറ്റസിയുടെ ഒക്കെ രീതിയിൽ ഇതെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള. ഇപ്പം ഡോൺ ബ്രൗണിൻ്റെ ഒക്കെ അല്ലേ, ഡാവിഞ്ചി കോഡ്, ഡോൺ ബ്രൗണിൻ്റെ അല്ലേ? അതെ, ഡോൺ ബ്രൗണിൻ്റെ ആണ് ഡാവിഞ്ചി കോഡ്. ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലോകപ്രശസ്തമായ പ്രിയപ്പെട്ട സുഹൃത്തേ നമസ്കാരം. കരുണാകരേട്ടന് അതോ പേര് മാറി എനിക്ക്. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരി നമസ്കാരം. അപ്പോൾ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ നോവൽ എഴുതിയത് ഡോൺ ബ്രൗൺ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ആ നോവലിന് ബാലകൃഷ്ണേട്ടൻ, കോടത്തൂർ ബാലകൃഷ്ണേട്ടൻ നമസ്കാരമുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ രചനാ സങ്കേതം
വേണ്ടി ആ എഴുത്തുകാരൻ സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞൊക്കെയായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഫാന്റസി, മറ്റൊന്ന് ചരിത്രം. ചരിത്രത്തിന് പല താവഴികളുണ്ട്. ആ ചരിത്രത്തിന് വിശ്വാസപരമായ ഇതിഹാസങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ഉദാഹരണം, ഡാവിഞ്ചി കോഡ് എന്ന് പറയുമ്പോൾ അതൊരു ക്രൈസ്തവ ഇതുമായി ബന്ധപ്പെട്ട്, ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞ മുഴുവൻ ക്രൈസ്തവ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ നോവൽ എന്നല്ല പറയണത്. അതിൻ്റെ ഒരു രഹസ്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചി ആ രീതിയിൽ ചരിത്രത്തെയും ഫാന്റസിയെയും ഉദ്യോഗഭരിതമായ രീതിയിൽ ഒക്കെ സന്നിവേശിപ്പിച്ച്, അതിൽ കാൽപ്പനികതയും സന്നിവേശിപ്പിച്ച് ആളുകൾ ഇത് വായന തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ ഇതിങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് അവരെ ഇങ്ങനെ നമ്മൾ ഉദ്യോഗഭരിതരാകുക എന്ന് പറയില്ലേ, ഉദ്യോഗഭരിതരായി ഇത് വായിക്കണം. ആ രീതിയിലുള്ള സാധനത്തിന് നല്ല സ്കോപ്പാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഇപ്പോഴും ഒരു എഴുത്തുകാരി ഒരു നോവൽ എഴുതി, ആ നോവൽ അവരുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ആത്മസാക്ഷാത്കാരത്തിന് എഴുതിയുകൊണ്ട് അത് ലോകം സ്വീകരിച്ചോളുന്നില്ല. പിന്നീട് അതെന്താവുകയാണ്? ബിസിനസ്സാണ്, പ്രൊഫഷണലിസം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ സമയം തന്നെ നമസ്കാരമുണ്ട്. ഒരേ സമയം തന്നെ കല, നമ്മളെ ക്രിയേഷൻ, നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു പ്രൊഫഷനായി മാറുകയാണ്. ആ പ്രൊഫഷനായ രീതിയിൽ മാറി അതിൽ നിന്നും വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം? ഈ രീതിയിലുള്ള രചനാ സങ്കേതം സൃഷ്ടിച്ച് വീണ്ടും വീണ്ടും പുനഃസൃഷ്ടിച്ച് വീണ്ടും വീണ്ടും മലകും പിടിയും മാറ്റി ഒരു ആ രീതിയിലുള്ള പ്രസന്റ് കണ്ടീഷന് അല്ലേ 2021 കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫോർമുല എഴുതിയാലാണ് ഇപ്പോൾ ആളുകൾ ഉള്ളൂ, അല്ലെങ്കിൽ ആളുകൾ അത് തിരസ്കരിക്കും അല്ലേ. ഏതാ പിന്നെ പൗലോ കൊയ്ലോൻ്റെ ദി ആൽക്കമിസ്റ്റ് അല്ലേ. പൗലോ കൊയ്ലോൻ്റെ ആൽക്കമിസ്റ്റിനെ കുറിച്ച് നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ അത് വായിക്കുന്നു. അതിരുകളില്ല അവരുടെ, വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട് ഈ ആൽക്കമിസ്റ്റ് എന്താ അത് ഈ ആളുകളെ ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ആളുകൾ മറ്റേ വിഷ്വൽ മീഡിയയുടെയും മറ്റുള്ള ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ അതിപ്രസരമുണ്ടെങ്കിലും കൂടി ഇത്തരം മാസ്റ്റർ പീസ് നോവലുകൾ കലാധിവർത്തിയായി ദേശത്തിനൊക്കെ അതീതമായി ലോകത്തെമ്പാടുമുള്ള ആളുകൾ വായിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് അതിൽ എഴുത്തുകാരൻ സന്നിവേശിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ഒരു പ്രത്യേക ലോകത്തിലേക്ക്, അതേപോലെ പറയാൻ കഴിയാവുന്ന ഇപ്പോൾ ഇവരുടെ പരമ്പരകൾ അവർ നിർത്തിവെച്ചു തോന്നുന്നു. ഇപ്പോൾ അവർ ലോകപ്രശസ്തമായ പരമ്പര ഉണ്ടായിരുന്നു, എന്താ അതിൻ്റെ പേര്, ഹാരി പോട്ടർ സീരീസ് എന്ന് പറഞ്ഞിട്ട് ലോകപ്രശസ്തയായ അവരുടെ പേര് എനിക്കറിയായിരുന്നു, ഞാനത് മറന്നു പോവുകയാണ് നാവിൻ്റെ തുമ്പത്തിൻ്റെ. എന്താ സ്റ്റുഡൻ്റ് ആ ഹാരി പോട്ടറിൻ്റെ വിഖ്യാതയായ ആ വനിതയുടെ പേര്, എഴുത്തുകാരിയുടെ, ഹാരി പോട്ടറിൻ്റെ എത്ര സീരീസ് അവരിറക്കി. ലോകമെമ്പാടുമുള്ള വായനക്കാർ ഹാരി പോട്ടർ സീരീസുകൾ നെഞ്ചോട് ചേർത്തു. എന്താ കാരണം? ഹാരി പോട്ടർ സീരീസുകൾ തന്നെ പിൻപറ്റിക്കൊണ്ട് എത്ര സിനിമകളുണ്ടായി. ബാലകൃഷ്ണേട്ടാ നമസ്കാരമുണ്ട്. എന്താ കാരണം? അതിൽ ഈ പറയുന്ന ആളുകളെ എന്താ പറയുക, അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കുമ, അല്ലെ ആ വായനയുടെ ലോകത്തേക്ക് വലിയൊരു സുഖം തരുന്ന ഒരു വായനയുടെ ഫിക്ഷനും ഫാൻറ്റസിയും എല്ലാം കിടന്ന ഒരു ഭ്രമാത്മക ലോകത്തേക്ക് വായനക്കാരനെ കൈപ്പിടിച്ച് കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത്. ആ രീതി വളരെ ഫലവത്തായിരുന്നു കൊണ്ടല്ലേ ഇന്റർനാഷണൽ തലത്തിൽ അതെല്ലാം ബെസ്റ്റ് സെല്ലറായി മാറിയത്. അല്ല ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ കൊച്ചു കേരളം എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ ഇരുന്നിട്ട് ഹാരി പോട്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, പൗലോ കൊയ്ലോൻ്റെ ആൽക്കമിസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഡൗൺ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതേ രചനാ സങ്കേതങ്ങൾ പോലെ ആയി നമ്മൾ എന്ത് ചെയ്യാം, മലയാള നോവൽ നമ്മൾ എഴുതുക, ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റാലോ. അപ്പോൾ മലയാളത്തിൽ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകും.
ഞാനിപ്പോൾ നോവലിൻ്റെ അതിൻ്റെ ചെറിയ ട്രിക്കാട്ടോ പറഞ്ഞത്. നമ്മളുടെ ചർച്ചയുടെ പ്രധാന കാരണം സർഗാത്മകത മുഴുവൻ പാരമ്പര്യമാണോ, അതിൻ്റെ മനഃശാസ്ത്ര തലം എന്താണ്, ഈ എഴുത്തുകാരായി മാത്രം ഒരു വർഗം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ലബ്ധപ്രതിഷ്ഠരായ വലിയ എഴുത്തുകാരായി മാറേണ്ട ചില ആളുകളെ അത് നിർത്തിവെച്ച് മറ്റുള്ള മേഖലകളിൽ ഭയങ്കര ഫേമസ് ആകുന്നത്, ഇതിൻ്റെയൊക്കെ കാരണത്തെക്കുറിച്ചാണ് അല്ലേ. ഒന്ന് അവരിപ്പോൾ ഒരു എഴുത്തുകാരൻ, നമസ്കാരം, ഒരു എഴുത്തുകാരൻ കവിത എഴുതാൻ ക്രാഫ്റ്റുള്ള ധാരാളം ആളുകളുണ്ടാവും. വെറുതെ ഒരു കോരിട്ട് അതിൻ്റെ ഉള്ളിൽ കവിത ഉണ്ടാവും. എന്നാലും അവർ എന്ത് ചെയ്യും, അത് കവിത, എൻ്റെ കവിത അത്ര വലിയ ബെറ്റർ കവിത ഒന്നല്ല, വളരെ മനോഹരമായ കവിതയായിരിക്കുക. കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കവിത ഏകത്തിനെ പ്രസന്റ് കണ്ടീഷനിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തനിബിദ്ധമായ JK റൗളിംഗ്, ഹാരി പോട്ടറിൻ്റെ പ്രശസ്ത എഴുത്തുകാരിയാണ്. ഒരു ഹാരി പോട്ടർ സീരീസിലൂടെ വലിയ ധനികയായി തീർന്നു അവർ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഹാരി പോട്ടറിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ സംഭവിക്കുന്നത് ആദ്യം കവിതയിലേക്ക് വരാം. കവിത എഴുതിയിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, അവർ പറയും എൻ്റെ കവിത ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അത് ഇല്ലായ്മ ചെയ്യാണ്. എൻ്റെ അടുത്ത് ധാരാളം കവിതകൾ ആൾക്കാർ കാണിക്കാറുണ്ട്, വളരെ മനോഹരമായ കവിതകളാണ്. ഇവരെന്താ ചെയ്യേണ്ടത്? ഇനി കവിത എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നറിയോ, നമ്മൾ പ്രൊഫഷണൽ ആവണം. നമ്മൾ കവിതയിൽ പ്രൊഫഷണൽ ഒരു ടച്ച് വേണം. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് ഭരതൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഭരതൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരസ്യം വന്നിരുന്നില്ലേ? കവിതയിൽ എന്ന് പറയേണ്ട, കവിത എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീട് പെയിൻ്റ് അടിക്കുന്ന ആൾ എല്ലാം പെയിൻ്റ് അടിച്ച് പിന്നെ അവസാനം മിനുക്ക് പണികൾ ചെയ്യണ പോലെ കവിത എഴുതി ഒരു 12 വരികളൊന്ന് വെച്ചോ, അതിൻ്റെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് നോക്കണം. ബന്ധവാചകങ്ങൾ അവിടെ വേണ്ടാച്ചെങ്കിൽ അതിനങ്ങോട്ട് മാറ്റണം. കഥയ്ക്കും നീണ്ട കഥയ്ക്കും നോവലിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. കവിതയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റിക്കുറുക്കിയതായിരിക്കണം, വാക്യഘടന വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. മാത്രമല്ല ഗദ്യ കവിതയാണെങ്കിലും അത് ഇത്തിരി താളാത്മകമായിരിക്കണം. ഗദ്യത്തിൽ തന്നെ എഴുതിക്കോളൂ, അതിന് വായിക്കുമ്പോൾ വെറുതെ വായിച്ചാൽ പോലും, ഗദ്യത്തിൽ വായിച്ചാൽ പോലും ചെറിയൊരു താളാത്മകത അതിന് വേണം. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളൊരു കവിത എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളൊരു കവിത എഴുതി വെച്ചാൽ ഉടൻ തന്നെ അത് നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കാൻ പാടില്ല. നമ്മൾ എഴുതി വെച്ച കവിത നമ്മൾ 2-3 ദിവസത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിനകത്ത് കുറേ മാറ്റങ്ങൾ ചെയ്യാൻ തോന്നും. നിങ്ങൾ പരീക്ഷിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ ആ കവിത എഴുതിയത് 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് തോന്നുന്ന മാറ്റങ്ങൾ വീണ്ടും ചെയ്തിട്ട് വീണ്ടും അവിടെ വയ്ക്കുക, ആരും കാണിക്കരുത്. ഒരാഴ്ച വെക്കണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ കവിത എടുത്തിട്ട് നോക്കുക. അപ്പം നമുക്ക് വീണ്ടും വരും നമ്മളെ വാക്യഘടനകൾ ഒന്നുകൂടി മിനിസി, ആശാരിമാരിങ്ങനെ മിനിസി നമ്മുടെ എന്താ പറയുക, പോളിഷ് ചെയ്യുന്നത് പോലെ പോളിഷ് ചെയ്ത് ഇതിൻ്റെ വാക്യഘടനകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, എന്നിട്ട് നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ ഗദ്യമായാലും പദ്യമായാലും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഈ കവിത വായിക്കുമ്പോൾ അതിനൊരു താളഭംഗിയുണ്ടോ, വായിക്കുമ്പോഴും ഒരു താളഭംഗി പാടണമെന്നൊന്നുമില്ല, വന്നിട്ടുണ്ടോ നോക്കുക. 3 തവണ നോക്കി വീണ്ടും ഒരു തവണ കൂടി കവിത എന്ത് ചെയ്യുക, സുഷുപ്തിയിൽ ആരെയും കാണിക്കാതെ അരപ്പണി എന്താ പറയുക, അരപ്പണി ആൾക്കാരെ കാണിക്കരുതെന്ന് ആശാരിമാർ പറയണ പോലെ അത് പല അഭിപ്രായം പറയും. പരിപൂർണമായി ഞാൻ ഈ പറഞ്ഞ പോലെ 3-4 തവണ എഴുതി വാക്യഘടനകൾ പരിഷ്കരിച്ച് നമുക്ക് വലിയ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനടി ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ സുഖമായിട്ട് കവിത ഇടാം. ഇപ്പം മാധ്യമങ്ങൾക്കൊന്നും ആദ്യം തന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നിരാശരാവാനൊന്നൊക്കെ ഇല്ല. FBയിൽ കവിത ഇടുക. ഞാൻ FBയിൽ എത്ര കവിതകൾ ഇടുന്നു, 100 കണക്കിന് കവിത, 150 കവിത എഴുതിയിട്ടുണ്ടാവും ഞാൻ. എങ്ങനെ ആദ്യം എഴുതി വയ്ക്കുക അപ്പം തന്നെ FBയിൽ ഇടുകയല്ല ചെയ്യേണ്ടത്. FBയിൽ എല്ലാവരും കവിത എഴുതി ഇടണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് 4 ആൾ കാണും, അപ്പോൾ വായിക്കുമ്പോൾ അവർ കുറേ സജഷൻ പറയാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഒരു മോട്ടിവേഷൻ കിട്ടുക. എൻ്റെ കവിത മോശമൊന്നുമില്ല കേട്ടോ, ഞാൻ എഴുതിയതിന് കവിത എന്ന് വായിക്കാം. ഇന്നത്തെ കാലത്ത് ഈ നവമാധ്യമം വന്നപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെയോ അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ കവിത എഴുതുന്ന ആൾ എന്ന് പറഞ്ഞാൽ ധാരാളം വായിക്കണം.
കവിത എഴുതുന്ന ആൾ ധാരാളം വായിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടല്ല. ചിലർ പറയും ഈ കവിത ധാരാളം പുസ്തകം വായിച്ച് അതിൽ നിന്നും ഓരോ വാചകം എടുത്തിട്ട് അങ്ങ് വിവരമില്ലാത്ത കുറെ ആൾക്കാർ പറയുന്നത്. അതിനല്ല, ഈ മറ്റുള്ള ഓരോ എഴുത്തുകാരുടെ രചനാ സങ്കേതങ്ങൾ അവരെ ഫോളോ ചെയ്യാനല്ല. ധാരാളം കവിത വായിക്കണം. വായിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഓരോ കവിതകളിലെയും തന്നെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ആശയം മാത്രമല്ല അതിൻ്റെത്. കവിത ഇങ്ങനെ നിരന്തരമായി വായിക്കുമ്പോൾ എന്താ ചെയ്യുക, സ്വാഭാവികമായ അതിൻ്റെ ഒരു താളാത്മകത നമ്മളെ സ്വാധീനിക്കപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടേതായ ഒരു വെറൈറ്റി രീതി അങ്ങോട്ട് വരും. ഇപ്പോൾ KG ശങ്കരപ്പിള്ള കവിത എഴുതുന്നത് നിങ്ങൾ വായിക്കാറില്ലേ? KG ശങ്കരപ്പിള്ളയുടെ കവിത എങ്ങനെയാണ്? കൂടുതലും ഗദ്യ കവിതകളാണ്. പക്ഷെ ഭയങ്കര രസമാണ്. ഒരു പദ്യകവിതകൾ കൂടുതൽ രസമാണ്. സറ്റയർ ഉണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, സാമൂഹ്യ വിമർശനമുണ്ട്. ചെമ്മനം ചാക്കോ സാറിന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്താ ചെയ്യുക, പദ്യത്തിലാണ്, വൃത്തബദ്ധമാണ് കവിത, വിഷയങ്ങൾ ആനുകാലികമാണ്, രാഷ്ട്രീയമാണ്, സറ്റയറാണ്. സറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ഷേപഹാസ്യം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, KG ശങ്കരപ്പിള്ളയെ സ്വീകരിക്കുന്ന എഴുത്തിന്റെ ഗദ്യമായ രീതിയിലുള്ള വരികൾ എഴുതി വെക്കുകയല്ല ചെമ്മനം ചാക്കോ സാർ ചെയ്യുന്നത്. അദ്ദേഹം പദ്യത്തിലാണ് കവിത എഴുതുന്നത്. KG ശങ്കരപ്പിള്ള ഗദ്യത്തിലാണ് കവിത എഴുതുന്നത്. രണ്ടുപേരും ചെയ്യുന്നത് എന്താ, കൈകാര്യം ചെയ്യുന്നത് സറ്റയറാണ്, സാമൂഹ്യ വിമർശനമാണ്. രചനാ സങ്കേതം മാറി, രണ്ടും ആളുകൾ ആസ്വദിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ കവിത എഴുതാൻ ഗദ്യം തന്നെ വേണം, പദ്യം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിത് ഇഷ്ടാനിഷ്ടം എങ്ങനെ വേണമെങ്കിലും മാറ്റാം. എന്ത് വേണം, ഈ സംഗതി എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാവണം. ഈ പത്രാധിപന്മാർക്കൊക്കെ നമ്മൾ കവിത എഴുതി നോക്കുമ്പോൾ അവർ നോക്കുന്നത് ഈ വ്യക്തിയുടെ സ്വന്തമായ കുഞ്ഞാണോ ഈ കവിത എന്നാണ്. അത് കോപ്പി അടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. മൗലികമായി ഈ കവിതക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? നിലനിൽക്കുന്ന എല്ലാ കവികളുടെ പോലെ തന്നെ അതിന്റെ ആവർത്തനമാണോ ഈ കവിത? അല്ല. ഈ കവിതയ്ക്ക് ഒരു സ്വത്വബോധമുണ്ട്, ഈ വ്യക്തിയുടെ സ്വത്തുമായി അതിന് ബന്ധമുണ്ട്. മാത്രമല്ല ഇതിൽ പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഈ കവിത ആളുകൾ വായിക്കണം. മലയാളം മാതൃഭൂമി ആഴ്ച പതിപ്പ് ഇറക്കുമ്പോൾ അതിന്റെ പത്രാധിപ സമിതി എഡിറ്റർ ഉണ്ടാവും. അവർക്ക് എന്ന് പറയാം, അവർക്ക് ഈ സാധനം കൊടുത്ത് പറഞ്ഞാൽ അതൊരു വിധം കുഴപ്പമില്ല. പ്രസന്റ് കണ്ടീഷനിലെ സാഹിത്യ അഭിരുചികളോട് കിടപിടിക്കാവുന്ന രീതിയിൽ സാധനമാവണം. അതിനകത്ത് വലിയ ആത്മാംശോ തേങ്ങയും വാങ്ങിയ ആത്മസാക്ഷാത്കാരമൊന്നും വേണ്ട. എന്താണ് റിയൽ, എന്താണ് ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. എന്ന് പറഞ്ഞാൽ കല മുഴുവൻ ബിസിനസ് എന്നല്ല. എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരായി നിങ്ങൾ സ്ഥാനം പിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിരന്തരം 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 നമ്മുടെ രചനാ സങ്കേതങ്ങളെ പരിഷ്കരിക്കുകയും ധാരാളം പുസ്തകം വായിക്കും പറഞ്ഞാൽ ഊണുറക്കില്ലാണ്ടുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കണം എന്നൊന്നുമില്ല. അമിത വായന എഴുത്തിന് അങ്ങനെ വലിയ ഗുണം ചെയ്യുന്ന സാധനമൊന്നുമല്ല. വാചകങ്ങളായിട്ടുള്ള ബന്ധം, ഭാഷയായിട്ടുള്ള പാണ്ഡിത്യം ഇതിനൊക്കെ ഉപകരിക്കും. അല്ലാതെ ഒരുപാട് കവിത എഴുതിയിട്ട് അയാളുടെ പോലെ എന്റെ കവിതയാവണം പറഞ്ഞാൽ ശരിയല്ലല്ലോ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു രചനാ രീതി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മിയുടെ വേറെ രീതിയാണ്. മനസ്സിലായ? എന്താ, രണ്ടിലും വൃത്തം ഒക്കെ ഉണ്ട്. പക്ഷേ വിജയലക്ഷ്മിയുടെ കവിതകളിലെ താളത്തിന് അല്ലെങ്കിൽ അതിലെ സംഗീതത്തിന് കുറച്ച് കൂടുതൽ ഇതുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത രചനാ സങ്കേതത്തിൽ വിജയലക്ഷ്മിയുടെ കവിതയിലെ അത്രയ്ക്ക് അങ്ങട് താളാത്മകതയും വൃത്തബദ്ധമായിട്ടും കവിത എഴുതാറുണ്ട്, ഗദ്യ കവിത എഴുതാറുണ്ട് രാജലക്ഷ്മി. അപ്പൊ കവിതയെ കുറിച്ചാണ് ഞാൻ കുറെ അധികം പറഞ്ഞത്. പിന്നെ ചെറുകഥ എഴുതുന്ന ആളുകൾ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു സാധനം ചെറുകഥയാണ്. കവിത എഴുതി പ്രശസ്തരാവാൻ, കവിത എഴുതാൻ കഴിവുള്ള ആളുകൾ തന്നെ കഥയിലേക്ക് മാറുന്നതും വളരെ നല്ല കാര്യമാണ്. കാരണം കവിത എഴുതി പ്രസന്റ് കണ്ടീഷനിലെ ഈ സാഹചര്യത്തിൽ കവിത എഴുതുന്നവരെ നിരാശപ്പെടുത്തില്ല കേട്ടോ. പല കവികളാണ് പിന്നീട് നല്ല നോവലിസ്റ്റുകളും കഥാകൃത്തുകളായി മാറിയത്. മാധവിക്കുട്ടി നല്ല ബെസ്റ്റായിട്ട് കവിത എഴുതുന്ന ആളായിരുന്നു. പക്ഷെ അവരുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എഴുത്തുകളൊക്കെ നോവലുകളല്ലേ, അതുപോലെ ചെറുകഥകളല്ലേ. ചെറുകഥയാണ് ഏറ്റവും കൂടുതൽ സർഗവിപ്ലവം നടത്താൻ കഴിയാവുന്ന ഒരു സാധനം. ചെറുകഥയാണ്. ചെറുകഥ എഴുതുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയണത് നമുക്ക് കുറച്ച് ഇതിലാണ് വേണ്ടു.
പിന്നെ കഥ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കഥ, ചെറുകഥ, നീണ്ട കഥ, അങ്ങനെയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ നമുക്ക്. കഥ എഴുതുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ചെറുകഥയ്ക്കും നീണ്ട കഥയ്ക്കുള്ള ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നം കഥ എഴുതുന്ന ആളുകൾക്കില്ല. കഥ എഴുതുന്ന ഒരു കാര്യം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ തന്നെ എഴുത്തുകാരൻ തന്നെ ആഖ്യാതാവ് കഥ പറയുന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന രീതിയിൽ പറയാം. കഥ എഴുതാൻ നമുക്ക് കൂടുതൽ എഴുത്തുകാരന് സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുണ്ട്. എഴുതുന്ന നിലയിൽ നമ്മളിതിൻ്റെ ക്ലിപ്തമായ രചനാ സങ്കേതം നാം പാലിക്കപ്പെടുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള യാതൊരു അടിസ്ഥാനമില്ല. ചെറുകഥ അങ്ങനെയല്ല. ചെറുകഥയ്ക്ക് വ്യക്തമായ രീതിയിലുള്ള ഒരു അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആ രചനാ സങ്കേതം വേണം. അല്ലെങ്കിൽ എന്താണ്ടാവുക, ചെറുകഥ എന്തായി മാറും, കഥയായി മാറും. കഥ എന്തായി മാറും, നീണ്ട കഥയായി മാറും. കഥ എഴുതുമ്പോൾ നീണ്ട കഥയ്ക്ക് ഒന്നും കൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ കഥയിൽ നിന്നും ഒന്നും കൂടി ഉണ്ട് കൂടുതൽ നീട്ടിയിട്ട് നീണ്ട കഥ എഴുതാം. കഥയുടെ നോവലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ അറിയാലോ നോവലിന്റെ രചനാ സങ്കേതത്തെ കുറിച്ചിട്ട് പറഞ്ഞ വളരെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതാണ് പ്രശ്നം. ഇത് വായന തുടങ്ങിയ നേരം തൊട്ട് പുസ്തകം താളടച്ചു വയ്ക്കും വരെ ആളുകൾ പിടിച്ചിരുത്താൻ കഴിയാവുന്ന രീതിയിൽ ഉള്ള ഒരു രചനാ സങ്കേതമാണ് നാം ഫോളോ ചെയ്യേണ്ടത്. കഥ എന്താണ്, കവിത എന്താണ്, ചെറുകഥ എന്താണ്, നീണ്ടകഥ എന്താണ്, നോവൽ എന്താണ്, അത് എപ്രകാരമാണ് ഇന്നത്തെ കാലത്ത് എഴുതേണ്ടത് എന്നുള്ളതല്ല നമ്മുടെ FB ലൈവിന്റെ ഇൻട്രൊഡക്ഷൻ. അതല്ലായിരുന്നു അല്ലേ? ഇങ്ങനെ ഞാനത് പറഞ്ഞെന്ന് മാത്രമേ. എന്തായിരുന്നു ഈ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ സർഗാത്മകത കുട്ടികൾ പ്രകടിപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെ റോൾ എന്താണ്? അല്ലെങ്കിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള എഴുത്തുകാരായി തീരേണ്ട നിരവധി കുഞ്ഞുങ്ങൾ എഴുത്ത് നിർത്തിവെച്ച് മറ്റുള്ള രീതിയിൽ ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും മറ്റുള്ളവരായി മാത്രം മാറേണ്ട അവസ്ഥ വന്നതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണ്? ഒരു വക പേരൻസാണ് അല്ലേ? പിന്നെയും ചില ആൾക്കാർ എന്ത് ചെയ്യാം, അവർ വിവിധ മേഖലകളിലെ അവരുടെ തൊഴിൽ എന്നതാണെങ്കിലും കൂടിയിട്ട് അവരുടെ സർഗാത്മകതയെ കൂടെ കൊണ്ടു നടന്നു അല്ലേ? പേരൻസ് ചിലവര് ഒരു മധ്യവർഗത്തിൽപ്പെട്ട ഒരു വീട്ടിലെ കുട്ടി, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേർത്തിട്ടുള്ള കുട്ടി, അവിടെയുണ്ട് ഈ സർഗാത്മക മത്സരമൊക്കെ ഉണ്ടെങ്കിലും കൂടി ആ കുട്ടി കൂടുതലും ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഭയങ്കര എന്താ പറയാ വളരെ ടഫായിട്ടുള്ള എന്താ പറയാ ട്യൂഷനുകൾ, അത് കഴിഞ്ഞ് സ്പെഷ്യൽ ക്ലാസ്, ഇതിനൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന നേരത്തെ അവന്റെ മനസ്സിങ്ങനെ പാടത്തെക്കുറിച്ചും പറമ്പിനെ കുറിച്ചും പല അരുവിയെക്കുറിച്ചും ഇതിനെക്കുറിച്ച് കിളികളെ കുറിച്ചിട്ടൊക്കെ എഴുതി കവിത എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടിക്കുക. ആ നേരത്ത് പറയാ എൻ്റെ കവിതയും കോപ്പൊക്കെ കണ്ട് മാറ്റി വെക്ക്, പഠിക്കാൻ നോക്ക് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിക്കും, ഈ കഥയും കവിതയും ഇതൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഇപ്പോൾ എഴുത്തുകാരാവണമെന്നുണ്ടോ? എല്ലാ ആൾക്കാർക്കും ക്രിയേറ്റീവ് വേണമെന്നുണ്ടോ? എല്ലാ ആളുകൾക്കും സർഗാത്മകത വേണോ? ഇതെല്ലാവർക്കും ഉണ്ടായ എന്താ ഗുണം? ബേസിക്കലി പ്രപഞ്ചത്തെ തിരിച്ചറിയാൻ സർഗാത്മകത ആവശ്യമാണ്. ഒരു എഞ്ചിനീയർ അയാൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും രീതിയിൽ, എഞ്ചിനീയറിംഗ് ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ബട്ട് ഞാൻ പറയുന്നത് ഈ രീതിയിലുള്ള സർഗാത്മകമായ രീതിയിലുള്ള ഒരു കലാപരമായ എന്തെങ്കിലും രീതിയിൽ കഴിവുള്ള ആളാണെങ്കിൽ അയാളുടെ ആ പ്രൊഡക്റ്റിൽ മാത്രമല്ല, അയാൾ ഈ ലോകത്തോട് സംവദിക്കുക. ഒരു ആർട്ടിഫിഷ്യലായി പഠിച്ചെടുത്ത ഒരു എഞ്ചിനീയറിംഗ് ആൾ എന്നുള്ള നിലക്കല്ല, അയാളുടെ ഹൃദയം കൊണ്ടാണ് അയാളുടെ പ്രൊഫഷനെ പോലും ഇടപഴകുക. ഈ ഒരു ഡോക്ടറാണെന്ന് വയ്ക്കാം, ഡോക്ടറാണ്, MBBS പഠിക്കുകയാണ്. ഡോക്ടറെ പഠിക്കുമ്പോൾ തന്നെ പേരൻസ് സർഗാത്മകതയിൽ കുട്ടിയുടെ താല്പര്യം പോലെ എന്താ ചെയ്തിക്കോട്ടെന്നേ, വീടിൻ്റെ ഉള്ളിൽ എഴുതി എവിടെയെങ്കിലും എഴുതിക്കോട്ടെ, നമുക്ക് പെയിന്റ് അടിക്കാം. അപ്പൊ അവരോട് പറയണം, നമ്മളത് മുഴുവൻ ഇങ്ങനെ സാഹിത്യം ഇതായിട്ട് മാത്രം പോരുന്നിട്ടാ, നമ്മുടെ ടാർഗറ്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടിനും കൂടെ അവന് വളരാൻ സമ്മതിക്കുകയാണെങ്കിൽ എന്താവും? സമൂഹത്തിന് കിട്ടുക എന്തായിട്ടുള്ള ഒരു ഡോക്ടറെ കിട്ടുക? സർഗാത്മകത. എന്താ സർഗാത്മകത എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള ഒരു കഴിവാണ്. പ്രപഞ്ചത്തിന്റെ ഹൃദയത്തെ
തൊട്ടറിയാനുള്ള കഴിവാണ്. അപ്പോൾ ആ രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ ഈ ലോകത്ത് വിവിധ രീതിയിൽ മേഖലകളിലുള്ള എഞ്ചിനീയേഴ്സ്, ഡോക്ടർമാർ, പ്രൊഫഷണലുകൾ, ഇവരെല്ലാവരും ഇത് മനുഷ്യന്റെ പിറന്നു വീഴുന്ന എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് സർഗാത്മകത ഉണ്ട്. നരവംശാസ്ത്രജ്ഞത്തിന്റെ ഭാഗമായി അതുപോലെ ഈ ബയോളജി ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഈ തലച്ചോറൊക്കെയായി ബന്ധപ്പെട്ട് ബ്രെയിനൊക്കെയായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആൾക്കാർ പറയണത് തലച്ചോറിന് യാതൊരു ഡിഫക്റ്റും ഇല്ലാത്ത, അല്ലെ നമ്മൾ പറയില്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിബന്ധമില്ലാത്ത എല്ലാ ആളുകളിലും തലച്ചോറിന്റെ സർഗാത്മകത കോമണാണ്. നഗ്നമായ സത്യ. എന്തപ്പോ കേട്ടത്? നമ്മൾ ചിലവര് പറയല്ലോ അവൻ ഭയങ്കരമായിട്ട് പാട്ട് പാടണ്ട കേട്ടാ, ഇയാള് ഭയങ്കര ഡാൻസ് ചെയ്യണ്ട. സർഗാത്മകത കോമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാട്ടുകാരനാണ്ടാ. ഞാൻ പാട്ട് പാടാണ്, എനിക്ക് സർഗാത്മകത ഉണ്ടെങ്കിൽ അത് എൻ്റെ പാട്ടിലായിരിക്കില്ല ചിലപ്പോ. ഞാൻ എന്താ പറയാ, എൻ്റെ കഥയെഴുത്തിലാവും, അല്ലെങ്കിൽ വേറെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിലാവും. എല്ലാ ആളുകളിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ വളർന്നു വന്ന ഒരു മികച്ച സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അവർ പൊതുസമൂഹമായി ഇടപഴകുമ്പോൾ അവരെങ്ങനെയാ പൊതുസമൂഹത്തോട് ക്രിയാത്മകമായിട്ട് സംവദിക്കുക, അവരുടെ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള തസ്തിക ബേസ്ഡ് ആയിട്ട് മാത്രമല്ല, അവർ ഹൃദയം കൊണ്ട് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് ഈ പൊതുസമൂഹത്തോട് സംവദിക്കുക. വളരെ കർക്കശനക്കാരനായ നല്ല കഴിവുള്ള ഒരാളാണെന്ന് വെച്ചോ. ചില ഡോക്ടേഴ്സ് ചില ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് ലിബറലായ ആളുകളോട് ഇടപെടും. ചിലവർ ഒത്തിരി ഓരോരുത്തരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അധികം സംസാരിക്കുന്നതൊന്നുമില്ല, വളരെ പരിക്കനൊക്കെ ആയിട്ട് പെരുമാറുന്നു. നേരെ മറിച്ച് ഈ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു സർഗധനനായ, എല്ലാവർക്കും സർഗാത്മകത ഉണ്ട്. ചിലതിന് ചെറുപ്പത്തിൽ അവരവരുടെ പേരൻസ് ഇല്ലാണ്ടാക്കുന്നു, യാഥാർത്ഥ്യമാണ്. അപ്പോ എന്തുണ്ടാവുന്നു? അവര് എന്താ പറയാ, അവർ ഒരു ഉപകരണമായി സമൂഹത്തെ കാണും, അവർ ഒരു ഉപകരണമായി അവരെ കാണും. ഒരു മെറ്റീരിയൽ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഒരു ജന്മഭൗതികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ ഫോളോ ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് എല്ലാം യാന്ത്രികമാണ്. നമ്മളിവിടെ സർഗാത്മകത കൊണ്ട് എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പ്രൊഫഷണലിസത്തെ, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഫഷനിലാണ് നിൽക്കണതിലും കൂടിയിട്ട് നമുക്ക് ഈ സർഗാത്മകതയുടെ ഒരു മേലങ്കിടി നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. നാം എൻജോയ് ചെയ്യുക മാത്രമല്ല, നമ്മളുടെ കലാപരമായ കഴിവ്. ഇപ്പൊ സേതു ഭയങ്കര ബാങ്കിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാനൊക്കെ ആയിട്ടാണ് റിട്ടയർ ആയി തോന്നുന്നു. സേതു നോവലിസ്റ്റാണ്. അടയാളങ്ങൾ സേതുവിന്റെ ഒരു നോവലാന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ പാണ്ഡവപുരം, അങ്ങനെ കുറെ എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. വൈശാഖൻ നോവലിസ്റ്റാണ്. അദ്ദേഹം റെയിൽവേയിലായിരുന്നു. നമ്മളിവിടെ കുന്നംകുളത്തിനടുത്ത് ഒരു പ്രശസ്തനായ എഴുത്തുകാരുണ്ട്, എന്തായുള്ള പേര്, മൂപ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ്, ലേറ്റസ്റ്റ് നോവലാണ്. കുന്നംകുളമൊക്കെ അതിന്റെ കഥ ഇതിൽ വരുന്നുണ്ട്. TD രാമകൃഷ്ണൻ, ഇയാള് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ആയതുകൊണ്ടൊന്നും എനിക്കറിയില്ല. അയാള് റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നോവൽ ഇപ്പോൾ മാതൃഭൂമിയിൽ വന്നിരുന്നു, ഗണ്ടശയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവര് ഇപ്പൊ സേതു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു. അയാൾ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഒരു എഴുത്തുകാരനാണ് എന്ന് കരുതിയിട്ട് ബാങ്കിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞവർക്കൊക്കെ വെറുതെ പണം എടുത്തു കൊടുക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ പൊതുസമൂഹത്തോട് കൊടുക്കുന്ന സംവേദനം സർഗാത്മകത ഇല്ലാത്ത ഒരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും. എന്നാലോ സർഗാത്മകത കോമൺ ആണ്, എല്ലാവരിലും ഉണ്ട് താനും. എല്ലാവരും അത് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഡെവലപ്പ് ചെയ്യാനൊട്ടോ ഒരു പണിയുമില്ല. ചിലവര് എന്താ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ എൻ്റെ എഴുത്ത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു കഥ എഴുതിയത് ആരെങ്കിലും കാണിച്ച അപ്പം തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലൊരു അന്തരീക്ഷത്തിൽ 4 വരി ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അപ്പം വധിക്കും, കൊല വിളിക്കും. എന്ത് എഴുത്ത് എനിക്ക് വേറെ ശരി പണിയില്ലേ. ഇയാളാവാൻ ശ്രമിക്കുകയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള വളരെ പ്രശസ്തനായ ഡോക്ടർ കൂടിയാണ്. ബട്ട് അദ്ദേഹം എന്തൊക്കെ സ്മാരകശിലകൾ, അദ്ദേഹം നല്ലൊരു
ഹാസ്യം കൂടി ഒക്കെ പറയണ ആൾ. അയാളെ ഇന്റർവ്യൂ പോയി കണ്ടിട്ടില്ലേ? ഭയങ്കര കഴിവുള്ള ആളാണ്, ഡോക്ടറാണ്. മരുന്നും എന്ന് പറയുന്ന ഒരു ഒരു ഇതൊക്കെ മാതൃഭൂമിയിൽ ചെയ്തിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ വിവിധ പ്രൊഫഷണൽ ആകുന്ന ആളുകൾ, ചില ആൾക്കാർ വളരെ ഗൗരവമായിരിക്കും. അതൊക്കെ ഒരു ഗൗരവം വേണം ചില കാര്യങ്ങളിൽ. ഈ ഗൗരവം ഉള്ളവൻ തന്നെ അല്പം കൂടിയിട്ട് ഈ സർഗാത്മകത ഉള്ളവനായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഈ എല്ലാ ആളുകളും അവരവരിലുള്ള സർഗാത്മകത ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഈ പൊതുസമൂഹമായി ഇടപഴകാൻ തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ആളുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ തന്നെ നമ്മളെ ഭരിക്കുന്നു, നമ്മൾ തന്നെ നമ്മളെ സേവിക്കുന്നു. നാം തന്നെ തിരഞ്ഞെടുത്തുള്ള ആളുകൾ നമ്മെ ഭരിക്കുന്നു. ബ്യൂറോക്രസിയെ നാം തിരഞ്ഞെടുക്കുന്നു. ബ്യൂറോക്രസി നമ്മളെ സേവിക്കുന്നതിന് നമ്മൾ ബ്യൂറോക്രസിക്ക് പണം കൊടുക്കുന്നു. ബ്യൂറോക്രസി മീൻസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഭരണകൂടം ബ്യൂറോക്രസിയെ നിർത്തിയിട്ടുള്ള എന്തിനാ വെച്ചാല് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ്. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള ആൾക്കാർക്കൊക്കെ സർഗാത്മകത ഉണ്ട്. അവരതിനെ പരിപോഷിപ്പിക്കുകയും കൂടി ചെയ്തിരുന്നുവെങ്കിൽ എങ്ങനെ ഒരു സംഗീതം പോലെ ആണ് ഈ കേരളത്തിൽ മാത്രമല്ല ഈ സമൂഹത്തിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആളുകളുടെയും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുക അല്ലേ? മസുൽ പിടിച്ചുള്ള വർത്തമാനമില്ല. നല്ലൊരു കവിക്ക് ആളുകളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹൃദയഭേദമായിട്ട് പെരുമാറാൻ കഴിയുമോ? ഇല്ല. അയാള് ശുഭിതനായ തന്നെ അയാളപ്പ സോറി എന്ന് പറയേണ്ടി വരും. വളരെ കവികളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സൊക്കെ അതീവ ലോലമാണ്. എല്ലാ എഴുത്തുകാരുടെ മനസ്സ് അതീവ ലോലമായിരിക്കാം. എന്ന് വെച്ചാൽ അവരൊക്കെ എഴുത്തുകാരെല്ലാവരും ആദർശത്തിന്റെ വക്താക്കളാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത ഉള്ള ആൾക്കാരൊക്കെ ആളുകളോട് ഒന്നുകൂടി ബെറ്ററായിട്ട് ഇടപഴകും. മനുഷ്യ എന്നുള്ള നിലയ്ക്കുള്ള ഈഗോ, സൂപ്പർ ഈഗോ, വ്യക്തിത്വം, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള തലങ്ങളൊക്കെ എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാവും. അപ്പോ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രവുമില്ല. ജനിച്ചു വീണ ഏത് കുഞ്ഞും, ആണായാലും പെണ്ണായാലും, അതിന്റെ ബാല്യകാലം മുതൽ കൗമാരം മുതലൊക്കെ അതിന്റെ സർഗാത്മകത പ്രകടിപ്പിക്കും. ആ സർഗാത്മകത പ്രകടിപ്പിക്കുമ്പോൾ ആരാണ് അതിനെ ഇല്ലായ്മ ചെയ്യുന്നത്? താങ്ക് യു. ആരാ ഇല്ലായ്മ ചെയ്യുന്നത്? സ്വന്തം വീട്ടുകാർ തന്നെ. ആരാ അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്? സ്വന്തം വീട്ടുകാർ തന്നെ. മനസ്സിലായ? എന്താ സ്വന്തം വീട്ടുകാർ ചിലവർ ചെയ്യാറ്? അമിതമായി സർഗാത്മകതയിലേക്കാണ്ട് കുട്ടികൾ പോയി കഴിഞ്ഞാൽ അത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതിയിട്ട് ആട്ടും തുള്ളലും ഇതൊക്കെ കുറേശ്ശെ മതി. എന്നാലോ ഇവർ ഈ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ ആയാലും കൂടുതൽ ലോകപ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരായിട്ട് ഈ കുട്ടികൾ ചെറുപ്പത്തിൽ അതിനെ സർഗാത്മകതയെ പരിപോഷിച്ച് അവരാവും. അത് അത്ര അങ്ങോട്ട് ചിന്തിക്കാനുള്ള തലത്തിൽ മാനസികമായി നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ പൊതുവിൽ എല്ലാവരും ഒരു ന്യൂനപക്ഷം പേര് അതിന് തയ്യാറാവുന്നുണ്ട്. അത് കാണാനുണ്ട്. വലിയ വിഭാഗം ആളുകൾ ഇതാണ്. അങ്ങനെ കുട്ടികൾ അത് കലയുടെ പിന്നാലെ പോയാൽ അവരുടെ പഠനം മോശമാവും. ഒരിക്കലുമില്ല. കലാകാരന്മാരും കലാകാരികളുമായി കുട്ടികളെ വളർത്തിയാൽ അവർ ജീവിത വിജയം കൈവരിച്ചില്ലെങ്കിൽ, എങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം? അവർ ജീവിത വിജയം കൈവരിച്ചിരിക്കും വിവിധ മേഖലകളിൽ അവർ സർഗാത്മകതയുടെ ഭാഗമായിട്ട്. ഇല്ലെങ്കിൽ അവർ തെരഞ്ഞെടുത്ത ആ മേഖലയിലടക്കം പ്രശസ്തരായിട്ട് അവർ ഉപജീവനം മറങ്ങി കഴിക്കും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഓഫീസിൽ പ്യൂണോ ക്ലർക്കായിരുന്നിട്ട് ജീവിതം മുഴുവൻ, പ്യൂണോ ക്ലർക്കിന്റെ പണി മോശം എന്നല്ല പറഞ്ഞിട്ട്, അവന് സർഗധനനായിരിക്കുക. അവന് 2 നോവൽ എഴുതി വിറ്റ കാശിന്റെ അതിന്റെ കോപ്പി ഇത് വീണ്ടും കൊടുത്താൽ മതി. അവന്റെ 4 തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയും. അവന് പ്യൂണായിരുന്നാലും എഴുതാം. പക്ഷെ നമ്മളാരും തയ്യാറാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? യാന്ത്രികമായ ഒരു ജീവിതത്തിലേക്ക് പോയി അതായത് ഇങ്ങനെ പോകും. അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മളെ ഈ പ്രതിസന്ധികൾ, നമ്മളെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ഒരുപാട് പ്രോബ്ലംസ്, ഫിനാൻഷ്യലി പ്രോബ്ലങ്ങൾ, മനുഷ്യന് സഹജമായ പ്രോബ്ലംസുകള്, ദുഃഖം, വിരഹം, വേർപാട്, സങ്കടങ്ങൾ, അതുപോലെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അവിടുത്തെ തൊഴിൽ സംഘർഷങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം?
നമ്മുടെ ഈ കലയെ അതിൻ്റെ കൂടെ പാർശ്വവർത്തിയായി കൂടെ കൊണ്ടുപിടിച്ച് നടക്കുക. എന്നിട്ട് എന്തു ചെയ്യുക? എല്ലാം മുഖ്യധാര മാധ്യമങ്ങളിൽ ഇപ്പൊ കലാപരമായ കഴിവുകളാണെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, എത്രയോ കുട്ടികൾ നവമാധ്യമങ്ങളിലൂടെ എന്ത് മനോഹരമായിട്ട് ക്ലാസിക്കലൊന്നും പഠിക്കാതെ നൃത്തം ചെയ്തിട്ട് എത്ര ഫോളോവേഴ്സാ. യൂട്യൂബിൽ നിന്നൊക്കെ എത്ര പൈസയാണ് കിട്ടുന്നത്. കണ്ണഞ്ചമിക്കുന്ന പ്രകടനം അയക്കുന്നത്. സ്വന്തം കയ്യിലെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എത്ര കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഡാൻസ് നടത്തിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. നല്ല രീതിയിൽ മനോഹരമായി പാടിയിട്ട് എത്ര പേർക്ക് ഇത് കിട്ടുന്നു. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് കലാപരമായ കഴിവിന് ഇന്ന് പ്രത്യേകിച്ച് സ്പേസ്, ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് സ്പേസ് ഉണ്ട്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള കലാസ്വാദകർ നമ്മളുടെ കലയെ ഹൃദയം തുറന്ന് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അത് മുമ്പ് അതില്ല, വേദി കിട്ടണം. ഇന്നിപ്പോ വേദി എല്ലാവരും മുമ്പിൽ തുറന്നെടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊന്ന്, മനഃശാസ്ത്രം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായില്ലേ? മനഃശാസ്ത്രം ഒന്നുമില്ല, കോമണായി മന്ദബുദ്ധി എന്നൊക്കെ പറയില്ലേ, മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ജനിതക തകരാറായിട്ട് മസ്തിഷ്കത്തിന് തകരാറായി ജനിക്കുമ്പോ അവരിലും സർഗാത്മകത ഉണ്ട്. 50% പോലും സർഗാത്മകതയാണ്. 25% പരിപൂർണമായ രീതിയിൽ തലച്ചോറ് ഡെഡായിട്ടുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സർഗാത്മകത മനുഷ്യ സഹജമാണ്. മനുഷ്യ സഹജം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പൊ അത് ആരുടെയും കുത്തകയല്ല, പാരമ്പര്യമല്ല. പിന്നെ അവയില്ലാണ്ടാക്കുന്ന ആരാണ്? അവരുടെ പേരൻസ്. കുറെ പേര് അവരുടെ പഠനം നാശാവോ, അവരുടെ പ്രതിഭ ഇല്ലാണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇനി നമ്മളെ വീട്ടിലെ, നമ്മളെ പരിസരത്തെ വീട്ടുകളിലെ, നമ്മളെ റിലേറ്റീവ്സിന്റെ, നമ്മുടെ മക്കളെയൊക്കെ അവരെ നമ്മളെ വീട്ടിനകത്ത്, ചിലപ്പോൾ വീടിന്റെ ഉള്ളിൽ വൈറ്റ്, എൻ്റെ വീടിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്, എൻ്റെ ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എൻ്റെ 3ാമത്തെ കുട്ടി അതൊക്കെ അവള് വരച്ച് വെച്ചിട്ടുള്ളതാ. ഈ സാധനമൊക്കെ അവളെ ചീത്ത പറയില്ല. ഉള്ളില് കുറെ ഉണ്ട്. അവളിപ്പോ എന്താ ചെയ്യണമെന്നറിയോ? 7 വയസ്സായിട്ടുള്ളൂ. സ്വന്തമായിട്ട് യൂട്യൂബില്, വലിയ അതൊന്നും ആയിട്ടില്ല, യൂട്യൂബ് ചാനൽ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ പോലും എല്ലാം ഉണ്ടാക്കി കൊടുത്തു. അതിൽ ഡാൻസൊക്കെ ചെയ്യാണ് സ്വന്തമായിട്ട്. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല, എൻ്റെ മകൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇട്ട് തരില്ല എൻ്റെ ഇതിലേക്ക്. അപ്പോഴാണ് നമുക്ക് അവളെ ഞാൻ എൻ്റെ മകളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നമ്മളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ കലാപരമായ കഴിവിനെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നമ്മളതിനെ തകർക്കാതിരുന്നാൽ മതി. അത് സ്വന്തമായി അവരുടെ ലാവണ്യം തേടും. നമ്മളെന്താ വേണ്ടത്? നമ്മുടെ മക്കള്, നമ്മുടെ പേരക്കുട്ടികള്, നമ്മുടെ പരിസരത്തുള്ള മക്കള്, അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കലാപരമായി അറേഞ്ച് ചെയ്യുമ്പോൾ അവരെങ്ങനെ കയർത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് കുട്ടികളെ കരയിപ്പിച്ചിട്ടും വടിക്കെടുത്തിട്ട് നീ ചെയ്യോടാ, നീയോ അങ്ങനെയൊക്കെ എന്നൊക്കെ പറയണ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള വലിയ വിഭാഗം ആളുകളുണ്ട്. അത്തരക്കാർ അത് ചെയ്യരുത്. ദയവ് ചെയ്തുകൊണ്ട് ലോക പ്രശസ്തരായി അറിയപ്പെടേണ്ട വലിയ എഴുത്തുകാരാണ്, വലിയ കലാകാരാണ്. അതുപോലെ തന്നെ അവർ വിവിധ പ്രൊഫഷണൽ ശോഭിക്കുമ്പോൾ അവർ ഹൃദയം കൊണ്ട് ഈ പൊതുസമൂഹവുമായി ഇടപെട്ട് താളാത്മകമായ രീതിയിൽ പ്രപഞ്ചത്തിലെ ബന്ധങ്ങളെ ഊഷ്മളമാക്കേണ്ടവരാണ് അവർ. അത്തരക്കാരൻ നമ്മളുടെ കുൽസിത പ്രവൃത്തി മൂലം ഉണ്ടാവാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.